ഇന്ന് നമ്മൾ ചെയ്യാൻ പോവുക റിയൽ ലൈഫ് മൈക്രോഫോൺ സൗണ്ട് ടെസ്റ്റ് വിവോയുടെ TWS3i ഇയർബഡ്സിന്റെ. നിങ്ങൾക്ക് കാണാം ഇയർബഡ്സ് ഇവിടെ ഇല്ല. ഇയർബഡ്സ് ഞാൻ ആക്ച്വലി യൂസ് ചെയ്യുവാണ്. സോ ഈ വീഡിയോയിൽ കേൾക്കുന്ന എല്ലാ സൗണ്ട് ഈ ഇയർബഡിന്റെ മൈക്കിനാണ് വരുന്നത്. സോ നമ്മൾ ഇത് ഡിഫറെന്റ് സെനാരിയോസിൽ ഇപ്പം യൂസ് ചെയ്ത് നോക്കും. ഇതിന്റെ AI നോയ്സ് ക്യാൻസലിംഗ് എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്, അത് എഫക്റ്റീവ് ആണോ അല്ലയോ എന്ന് പിന്നെ നമ്മൾക്ക് സംസാരിക്കാം ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്. എന്നാ ടെസ്റ്റ് വീഡിയോ നോക്കാം. നന്നായിട്ടാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത്. ബൈക്ക് പിന്നെ ബാക്ക്ഗ്രൗണ്ട് നന്നായിട്ടാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ബൈക്ക് ഓടിക്കുമ്പം ഹെൽമെറ്റ് ഇട്ടിട്ട് പക്ഷേ വൈസർ തുറന്ന് വെച്ചാൽ ഇത് ഓപ്പൺ ഫേസ് ഹെൽമെറ്റ് സിനാരിയോ ആണ്. പക്ഷെ അത് നമ്മൾക്ക് മൈക്കിൽ കിട്ടുന്നില്ലായിരിക്കും, കാരണം നമ്മളുടെ ഇയർഫോൺ ഹെൽമെറ്റിന്റെ അകത്താണ്. സോ വെളിയിലത്തെ എല്ലാ എലിമെന്റ് ഇതിനെ ഇപ്പം അത്ര എഫക്ട് ചെയ്യൂല. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എൻ്റെ ഒച്ച ക്ലിയർലി കേൾക്കാൻ പറ്റുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കൂടുതൽ ഓവർ പവറിങ് അല്ല. അങ്ങനെയാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ഇട്ടിട്ട് പക്ഷെ വൈസർ ക്ലോസ്ഡ് ആക്കി വെച്ചാൽ ഇത് ക്ലോസ്ഡ് ഹെൽമെറ്റ് സിനാരിയോ ആണ്. ില്ലായിരിക്കും പക്ഷെ നമ്മളുടെ ഒച്ച ഹെൽമെറ്റിന്റെ അകത്ത് എക്കോ ആവുന്നുണ്ട്. സോ ആ എക്കോ ഒത്തിരി ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്യും. സോ എന്റെ ഒച്ച ക്ലിയർ ആണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് പിന്നെ എക്കോ കൂടുതൽ ഓവർ പവറിങ് ഇല്ല. എന്നാൽ ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ഒത്തിരി വെള്ളത്തിന്റെ അടുത്താണെങ്കിൽ ഇപ്പം ഞാൻ സീസൺ മോളിന്റെ വെളിയിൽ നിൽക്കുകയാണ്. ഇവിടെ 70 വാട്ടർ ഫൗണ്ടൻസ് ഉണ്ട്. ഒത്തിരി വെള്ളത്തിന്റെ സൗണ്ട് ഉണ്ട്. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എൻ്റെ ഒക്കെ ക്ലിയർലി കേൾക്കാൻ പറ്റുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കൂടുതൽ ഓവർ പവറിങ് അല്ല. എന്നാൽ ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ഒത്തിരി ട്രാഫിക്കിന്റെ അടുത്താണെങ്കിൽ ഇപ്പം ഞാൻ ഇവിടെ ഒത്തിരി ട്രാഫിക് ഉണ്ട്. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എൻ്റെ ഒക്കെ ക്ലിയർലി കേൾക്കാൻ പറ്റുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കൂടുതൽ ഓവർ പവറിങ് അല്ല. എന്നാൽ ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങളൊരു ആർക്കേഡിലാണെങ്കിൽ ഇപ്പം ഇവിടെ ഒത്തിരി ഡിഫറെന്റ് മെഷീൻസിന്റെ സൗണ്ട് വരുന്നുണ്ട്. ഒത്തിരി ലൗഡാണ്. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എൻ്റെ ഒച്ച ക്ലിയർലി കേൾക്കാൻ പറ്റുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കൂടുതൽ ഓവർ പവറിങ് അല്ല. എന്നാൽ ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ സ്പീഡ് ക്ലോക്കിലാണെങ്കിൽ ഇവിടെ ഒത്തിരി ഡിഫറെന്റ് സൗണ്ട്സ് ഉണ്ട്. ഒത്തിരി ആൾക്കാരുണ്ട്. മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്യുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എൻ്റെ ഒച്ച ക്ലിയർലി കേൾക്കാൻ പറ്റുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കൂടുതൽ ഓവർ പവറിങ് അല്ല. നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞു. ഇപ്പം നമ്മൾക്ക് സംസാരിക്കാം എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്ന്. സോ ബേസിക്കലി ഏത് സിനാരിയോയിൽ ഇത് യൂസ് ചെയ്താലും ഇതിന്റെ സൗണ്ട് കുറച്ച് റോബോട്ടിക്, കുറച്ച് മഫിൾഡ് ആയിരിക്കും. കാരണം AI നോയ്സ് ക്യാൻസലേഷൻ എല്ലാ സമയം ഓൺ ആണ്. സോ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ കൂടുതൽ സൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സൗണ്ട് ഇനിയും റോബോട്ടിക് ആവും, പിന്നെ ഇനിയും മഫിൾഡ് ആവും. കാരണം ഒരു മൈക്ക് കൊണ്ട് ഇത് നോയ്സ് ക്യാൻസലിംഗ് ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങളുടെ സൗണ്ട് പിൻ പോയിന്റ് ചെയ്ത് പിടിച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് റിമൂവ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. സോ കൂടുതൽ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഉണ്ടെങ്കിൽ എൻ്റെ സൗണ്ട് ഇനിയും മഫിളായി പോകും. പക്ഷെ ഇപ്പൊ ഞാൻ സ്റ്റുഡിയോയിൽ ഇരിക്കുകയാണ്. സ്റ്റുഡിയോയില് ഒരു ഫാൻ ഓൺ ആണ്, പക്ഷെ 2 സ്പീഡിലാണ്. സോ അത്ര ഒന്നും ഒച്ചയില്ല. സോ സ്റ്റുഡിയോയിൽ നിങ്ങൾക്ക് കേൾക്കാം ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കൂടുതലല്ല, പക്ഷെ എൻ്റെ സൗണ്ട് ഇപ്പോഴും കുറച്ച് റോബോട്ടിക്, കുറച്ച് മഫിൾഡ് ആണ്. നിങ്ങൾക്ക് ഒരു നാച്ചുറൽ ഫീൽ ഇവിടെ കിട്ടൂല. സോ ഇത് ഒരു നാച്ചുറൽ സൗണ്ടിങ് ഇയർഫോൺ അല്ല. AI നോയ്സ് ക്യാൻസലേഷൻ എല്ലാ സമയം ഓൺ ആയിരിക്കും. സോ നിങ്ങൾ വെളിയിൽ പോവുകയാണെങ്കിൽ, നിങ്ങൾക്ക് വെളിയിൽ ഫോൺ കോൾ പിക്ക് ചെയ്യണമെങ്കിൽ ഇതൊരു നല്ല ഇയർഫോൺ ആണ്. സോ നമ്മൾക്ക് വെളിയിലത്തെ കൂടുതൽ ഒച്ച വേണ്ട, എൻ്റെ ഒച്ച ഫോക്കസ് ചെയ്യണം. സോ മറ്റേ ആൾക്ക് ഫോൺ കോളിൽ മറ്റേ ആൾക്ക് നിങ്ങൾ എന്താ പറയുന്നത് അത് മനസ്സിലാവണം. ഈ ഇയർഫോണിന്റെ കൂടെ അവർക്കെല്ലാം മനസ്സിലാവാൻ പറ്റും. കുറച്ച് റോബോട്ടിക് ആയിരിക്കും, പക്ഷെ അത് സാരമില്ല. അറ്റ്ലീസ്റ്റ് അത് നോയ്സ് ക്യാൻസലിംഗ് ചെയ്ത് വെളിയിലത്തെ ഒത്തിരി ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഒക്കെ കട്ട് ചെയ്യുവാണ്. സോ ആ കോംപ്രമൈസ് നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും. എന്നാൽ അത്രേ ഉള്ളൂ ഈ നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ സൗണ്ട് ടെസ്റ്റ് വീഡിയോന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എൻ്റെ ഇൻഫർമേഷൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനും വീഡിയോയുടെ എൻഡിലും കാണും. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഞാൻ പിന്നെ കാണാം വേറെ ഒരു പുതിയ വീഡിയോ ആയിട്ട്. ബൈ ബൈ.